റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സാംസ്കാരിക മന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ അവകാശമില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4 വർഷം പൂർത്തിവെച്ച സംസ്ഥാന സർക്കാർ കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തോട് കാണിച്ചത് തികഞ്ഞ അപരാധമാണെന്നും റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സാംസ്കാരിക മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്നും കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടു. പഴയങ്ങാടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞു, കമ്മീഷൻ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ അന്വേഷണ റിപ്പോർട്ടത്തിൻ്റെ കണ്ടെത്തലുകളെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. അത് ഏത് മേഖലയിലാണ് അന്വേഷണം നടത്തുന്നത് ആ മേഖലയിൽ അതിൻ്റെ കണ്ടെത്തലുകൾ ഗൗരവമായിട്ട് എടുക്കുകയും അനന്തര നടപടികൾ സ്വീകരിക്കുകയും വേണം. കേരള ഗവൺമെൻറ് വേണമെങ്കിൽ ഈ റിപ്പോർട്ട് സ്വീകരിക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ വളരെ ഗൗരവതരമായ കാര്യങ്ങളാണ് ഹേമ കമ്മീഷൻ പുറത്തു വിട്ടിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്, സ്ഫോടനാത്മകമായ വിവരങ്ങളാണ്. മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ നാളുകളായി സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, പീഡനങ്ങൾ മാത്രമല്ല ഒരു മാഫിയ സംഘം സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. അതുകൊണ്ട് 4 വർഷക്കാലം ഈ റിപ്പോർട്ട് എന്തിനാണ് സംസ്ഥാന ഗവൺമെൻറ് പൂഴ്ത്തിവെച്ചതെന്ന് ജനങ്ങളെ അറിയിക്കണം. മാത്രമല്ല അക്ഷന്തവ്യമായ അപരാധമാണ് കേരള ഗവൺമെൻറ് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്തോട് കാണിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സാംസ്കാരിക മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ല. കാരണം അത്ര വലിയ ഗുരുതരമായ വീഴ്ചയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വ്യക്തികളുടെയൊക്കെ പേര് വന്നു കഴിഞ്ഞാൽ കേരളം വളരെ സ്ഫോടനാത്മകമായൊരു സ്ഥിതിവിശേഷം പോകും. അതുകൊണ്ട് ഇന്നലെ വരെ മാന്യന്മാരാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന, അതുപോലെ ജനങ്ങളുടെ ആരാധനാപാത്രങ്ങളായ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുന്ന കാഴ്ച ഈ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നാലുണ്ടാകും. ഗുരുതരമായ വീഴ്ചയാണ് സർക്കാർ കാട്ടിയത്. മലയാള സിനിമ മാഫിയകളുടെ കൈകളിലാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ പേര് വെളിപ്പെടുത്താൻ തയ്യാറാവണം. ഇന്നലെ വരെ മാന്യന്മാരായി ജനങ്ങൾ വിശ്വസിച്ചിരുന്ന വിഗ്രഹങ്ങൾ ഉടയുന്ന കാഴ്ച വെളിപ്പെടുത്തലിലൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 994674